നാഥൂറാം ഗോഡ്സെ പുകഴ്ത്തിയ കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം തുടരുകയാണ്. ഗോഡ്സെക്കെതിരെ ക്യാമ്പസിൽ SFI ബാനർ കെട്ടി. ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി എന്നാണ് ബാനറിൽ പറയുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗോഡ്സെ പ്രകീർത്തനത്തിൽ അധ്യാപികയായ ഷൈജ ആണ്ടവനെ പുറത്താക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും. ഇന്നലെ യൂത്ത് കോൺഗ്രസും DYFIയും യൂത്ത് ലീഗും ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ ഭാവത്തിലും രൂപത്തിലും ആ പ്രതിഷേധം തുടരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബാനർ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയിട്ടുള്ളത്. ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി എന്നാണ് ഈ ബാനറിൽ പറയുന്നത്. അധ്യാപിക ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ പറയുന്നത് ഗോഡ്സെ ഇന്ത്യയിൽ രക്ഷിച്ചതിൽ അഭിമാനം എന്നായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ SFI കോളേജ് ക്യാമ്പസിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് SFIയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ NIT ക്യാമ്പസിന് മുന്നിൽ തന്നെ ഈ ബാനർ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അധ്യാപികയെ പുറത്താക്കാത്ത പക്ഷം കനത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് യുവജന സംഘടനകളുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും നിലവിലെ തീരുമാനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധ്യാപികയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ നിലവിൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. പോലീസിന്റെ അന്വേഷണം മാത്രമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. 153 വകുപ്പ് പ്രകാരമാണ്, അതായത് കലാപ ആഹ്വാനത്തിന് IPC 153 പ്രകാരമാണ് കുന്നമംഗലം പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. CI ആയിട്ടുള്ള ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്താനായി പോലീസ് ക്യാമ്പസിലെത്തിയെങ്കിലും ഈ അധ്യാപിക അവധിയിലായതിനാൽ മൊഴി രേഖപ്പെടുത്താതെ തിരിച്ചു മടങ്ങുകയായിരുന്നു. പകരം കോളേജിലെ അധികൃതർക്ക് ഈ അധ്യാപികയുടെ വിവരങ്ങൾ തേടുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും കോളേജിൽ നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നിലവിലെ തീരുമാനം. താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന രാഹുൽ സുരേഷാണ്.